നിങ്ങളിങ്ങനെ തിരുവമ്പാടി വരുന്നു, തിരിച്ചു പോരുന്നു, ഒരു പൈസയും വാങ്ങുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രചോദനം ഇങ്ങനെ ചെയ്യാനുള്ളത്? ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സേവന പ്രവർത്തനമാണ്. ഞാൻ പഠിച്ച സ്വീകരിച്ച ഒരു ആദർശത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആദർശമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പരോപകാരായം ഇതം ശരീരം എന്നാണ്. ഈ ശരീരം പരോപകാരം ചെയ്യാനുള്ളതാണ്. എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ എത്രയോ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിവാഹത്തിന് മുമ്പേ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഞാൻ 92 വിവാഹം കഴിക്കണം, 85 എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചർച്ച കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് അതിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ ശാക്തീകരണമാണല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലൊരു മാതൃകയാക്കുന്നത് നല്ലതല്ല. അതാരും ബോധ്യപ്പെടുത്താനല്ല, ചെയ്യണമല്ലോ, നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ സംസാരിക്കാത്ത, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, ചെവി കേൾക്കാത്ത ഒരു ഡഫ് ആൻഡ് ഡംബായ പെൺകുട്ടിയെ തന്നെ തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിച്ച ആളാണ്. ഇപ്പോൾ ഞങ്ങൾ 10-32 വർഷമായി ജീവിക്കുന്നു. 3 മക്കളാണ്. മൂത്ത മോളാണ്, 2 ആൺകുട്ടികളാണ്. അവരൊക്കെ ഡിഗ്രിക്ക് കോളേജിലൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നത് എൻ്റെ ഒരു ജീവിതവ്രതമാണ്. അത് വ്യക്തിപരമായ ഒരു വ്രതം തന്നെയാണ്. എൻ്റെ ഒരു ഒറ്റയാൻ യാത്രയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഏകനിഷ്ഠ സേവകനായുള്ളൊരു പ്രവർത്തനമാണ്.